വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യപ്പെടുകയാണ്. എങ്ങനെയാണ്, ഏത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ടറിന്റെ അല്ലെങ്കിൽ കേരളത്തിലെ സെലക്റ്റീവായ മാധ്യമങ്ങളുടെ വാർത്തകൾ അപ്രത്യക്ഷമായത് എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധികൾ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റോഷിവാലിലേക്ക് പോവുകയാണ്. റോഷിവാൽ, ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. അദ്ദേഹം ശക്തമായി പ്രതികരിക്കുന്നു. ഇതിലിനി കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. റോഷി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൊടുന്നനെയാണ് ഇതിൽ റിപ്പോർട്ടർ ടിവിയുടെ വാർത്തകൾ അത് നീക്കം ചെയ്യുന്നത് മെറ്റ ഫേസ്ബുക്കിൽ നിന്നും. അത് വി.ഡി. സതീശനെതിരെയുള്ള വാർത്തകൾ മാത്രമാണ് നീക്കം ചെയ്ത് തുടങ്ങിയതാകട്ടെ വി.ഡി. സതീശന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ MDMA കേസിൽ കുടുങ്ങിയെന്ന വാർത്ത മുതൽ അതുമുതൽ അങ്ങോട്ട് പൂർണ്ണമായും വി.ഡി. സതീശനെതിരെയുള്ള വാർത്തകൾ മാത്രം തെരഞ്ഞെടുത്ത മെറ്റ അത് റിമൂവ് ചെയ്യുന്നു, അത് നീക്കം ചെയ്യുന്നു. അത് മറ്റു ചില മാധ്യമ സ്ഥാപനങ്ങളിലെ സമാനമായ വാർത്തകളും നീക്കം ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നത് എന്ന ഉത്തരം, അതിന്റെ സൂചന ആദ്യം തന്നെ മെറ്റയുടെ റിപ്പോർട്ടിന് ലഭിച്ചതാണ്. അതിൽ കൂടുതൽ വ്യക്തത വരുത്തുകയാണ് ഇപ്പോൾ മെറ്റ ചെയ്തത്. കാരണം വ്യാപകമായി സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നടത്തുന്ന പ്രചാരണം അത് മെറ്റയുടെ സാങ്കേതിക പിഴവ് മാത്രമാണ്, അല്ലാതെ അത് ആരെങ്കിലും നിർദ്ദേശിച്ചിട്ടല്ല, സർക്കാർ നിർദ്ദേശിച്ചിട്ടില്ല, പോലീസ് നിർദ്ദേശിച്ചിട്ടില്ല, അതൊക്കെ തെറ്റാണ് എന്നായിരുന്നു. ആ വാദമാണ് ഇപ്പോൾ പൂർണ്ണമായും പൊളിയുന്നത്. പോലീസിന് മെറ്റ അങ്ങനെ ഒരു മറുപടി നൽകിയെന്നാണ് കഴിഞ്ഞ ദിവസം വ്യാപകമായി വാർത്ത പ്രചരിച്ചത്. അത് പൂർണ്ണമായും തെറ്റെന്ന് മെറ്റ ഔദ്യോഗികമായി റിപ്പോർട്ടിന് രേഖാമൂലം മറുപടി നൽകിയിരിക്കുകയാണ്. അത് കൃത്യമായി പറയുന്നുണ്ട്. അത് പ്രാദേശികമായ നിയമ സംവിധാനങ്ങളാണ് ഈ ഇടപെടലിന് പിന്നിൽ. അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ വാർത്തകൾ പൂർണ്ണമായും ഒഴിവാക്കിയതെന്ന് പറയുന്നു. ആരായിരിക്കും അത് ആ നിയമ സംവിധാനം എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ്. ആ ഉത്തരം പറയാൻ കഴിയുക രണ്ട് പേർക്കാണ്. ഒന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശന്, രണ്ടാമത്തേത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക്. സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണോ, സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണോ ഈ പണിയെടുത്തത്, അത് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അറിഞ്ഞാണോ എന്ന ചോദ്യത്തിന്റെയും ഉത്തരം വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ മെറ്റ തന്നെ നൽകും. ഏതായാലും റിപ്പോർട്ടിനെതിരെ വലിയൊരു ഗൂഢാലോചന നടന്നു എന്നതിന്റെ ഏറ്റവും സുപ്രധാനമായ തെളിവ് കൂടിയാണ് ഇപ്പോൾ മെറ്റ റിപ്പോർട്ടർ നൽകിയ ഈ മറുപടി. കാരണം റിപ്പോർട്ടിനെതിരെ മാത്രം നടന്ന ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് 15ഓളം വാർത്തകൾ. അത് മീഡിയ സെൻസറിങ്ങിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി കാണേണ്ടി വരും. അത് റിപ്പോർട്ടറിൽ തുടങ്ങിയെങ്കിൽ നാളുകളിൽ മറ്റു മാധ്യമ സ്ഥാപനങ്ങളുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും വാർത്തകൾ നീക്കം ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത് റിപ്പോർട്ടറിൽ തുടങ്ങിയെന്ന് മാത്രമാണ്. ഇന്ന് മറ്റൊരു വാർത്ത കൂടി പോയിരിക്കുന്നു. അത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധപ്പെട്ട PC ജോർജിന്റെ വെളിപ്പെടുത്തൽ സംബന്ധിച്ച ഒരു വാർത്താ കാർഡ്. ഇങ്ങനെ ചിലർക്ക് അനഭിഹിതമായ വാർത്തകൾ വരുമ്പോൾ ആ വാർത്തകൾ നശിപ്പിക്കുന്നു, അത് ഇല്ലായ്മ ചെയ്യുന്നു. ഇത് കൃത്യമായി മീഡിയ സെൻസറിംഗ് എന്ന് മാത്രമല്ല, മാധ്യമങ്ങൾക്ക് മേലുള്ള ഒരു കടന്നുകയറ്റം, മാധ്യമങ്ങളുടെ വായടപ്പിക്കുന്ന ആ അടിയന്തരാവസ്ഥ കാലത്തെ സമാനമായ സാഹചര്യത്തിലേക്ക് സംസ്ഥാനം പോകുന്നു എന്നതിന്റെ സൂചന കൂടിയായി തന്നെയാണ് പ്രതിപക്ഷമടക്കം വിലയിരുത്തിയത്. അത് ശരിയാണെന്ന് ഇപ്പോൾ മെറ്റയുടെ മറുപടിയിലൂടെ വ്യക്തമാവുകയാണ്. എന്തിനാണ് വീണ്ടും മെറ്റ പറയാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത്? അത് പോലീസാണോ പ്രചരിപ്പിക്കുന്നത്, മാധ്യമങ്ങളാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാരുടെ ഓഫീസാണോ എന്നതൊക്കെ അറിയണമെങ്കിൽ അതിൽ ഒരു അന്വേഷണം തന്നെ വേണ്ടിവരും. കാരണം സർക്കാർ സംശയമുനയിലാണ്, മുഖ്യമന്ത്രി പോലും സംശയമുനയിലാണ്. ചരിത്രത്തിൽ ഇല്ലാത്ത വിധം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള മാധ്യമങ്ങളുടെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത അനുഭവമാണ് കേരളത്തിൽ അനുഭവപ്പെടുന്നത്. കാരണം മാധ്യമങ്ങളുടെ മേൽ ഇതുവരെ ഒരു നിയന്ത്രണം കേരളത്തിൽ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അത് റിപ്പോർട്ടറിനെതിരെയുള്ള നിയന്ത്രണത്തിലൂടെ തുടക്കമിടുകയാണ്. അതാരാണെന്ന് വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ മെറ്റ തന്നെ വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റോഷ്നി.